കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നത് കേന്ദ്ര സർക്കാരൊന്നുമല്ല, കേരളത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് വാദിച്ചിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സാഷ്ടാംഗം വീണ് കേരളത്തോട് പറയുന്നത് നിങ്ങൾക്ക് കടമെടുക്കാനുള്ള അനുവാദം തരാം, നിങ്ങൾ ചോദിച്ചതത്രയും കടമെടുക്കാനുള്ള അനുവാദം തരാം. കേരളം എന്തിന് കടമെടുക്കുന്നു എന്നുള്ള മറുചോദ്യം എപ്പോൾ ഉണ്ടാകും? കേരളമെന്നല്ല, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അത്തരത്തിൽ കടമെടുപ്പുകളിലൂടെയും മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയും കേന്ദ്രത്തിൽ നിന്നെത്തുന്ന സഹായത്തിലൂടെയും ഒക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ സ്വയം പര്യാപ്തമായി പോകുന്ന ഒരു രീതിയല്ല ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിന് അതിന് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പണം കടമെടുക്കാൻ അവസരം നൽകണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേരളമല്ലേ, നിങ്ങൾ ഞങ്ങളെ കാലുമടക്കി അടിക്കുന്നവരല്ലേ, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം കാണിക്കുന്നവർക്കേറ്റ തിരിച്ചടിയാണ്. ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത് ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാരിനേറ്റ ഒരു വലിയ പ്രഹരമായി മാറുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആ ഇനിഷ്യേറ്റീവ് കേരളത്തിന് മാത്രമല്ല, ഇതുപോലെ സാമ്പത്തിക കാര്യത്തിൽ BJP ഇതര സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുന്ന നടപടികൾക്കെതിരായ ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിനും പല സംസ്ഥാനങ്ങൾക്കും അത് സഹായകരമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് നേരത്തെ ഈ കടമെടുക്കാനുള്ള അനുവാദം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ശമ്പള പ്രതിസന്ധി പോലും ഉണ്ടാകില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസ്ഥാനം പല ഘട്ടങ്ങളിലും അതിനെ അതിജീവിച്ചു പോകുന്നത്. പെൻഷൻ കുടിശ്ശിക ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ സംസ്ഥാനം കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളം ഇവിടെ അങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല. സ്വാഭാവികമായി ഇത്തരത്തിൽ നികുതിയിൽ കൂടിയൊക്കെയാണ് കേരളം കൂടുതലായി വരുമാനം കണ്ടെത്തുന്നത്. ആ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും വന്നുകൊള്ളണമെന്നുമില്ല. അപ്പോൾ ആ പ്രക്രിയ പൂർണ്ണമായി വരുന്നതിന് മുമ്പ് സ്വാഭാവികമായി കടമെടുക്കേണ്ടി വരും. പിന്നീട് വരുന്ന തുക കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത്രയും നാൾ സംഭവിച്ചതും അങ്ങനെ തന്നെ. UDF ഭരിച്ചപ്പോഴും LDF മുമ്പ് ഭരിച്ചപ്പോഴും ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് പൊടുന്നനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോഴാണ് കേരളം പ്രതിസന്ധിയിലായത്. അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരുന്നു. കേന്ദ്രമല്ല, കേരളമാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. കേരളം എങ്ങനെ ഉത്തരവാദിയാകും? കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഒരു ഉൽപ്പാദന സംസ്ഥാനമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ആര് വന്നാലും, നരേന്ദ്രമോദി ഇനി കേരളത്തിൽ വന്ന് ഭരിക്കാൻ തുടങ്ങിയാലും ഈ കേരളത്തിൻ്റെ ആ ഒരു രീതിക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടാകണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന്. അത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല, കേരളത്തിൻ്റെ അവകാശമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ. ആ അവകാശം നിഷേധിച്ചതിനെതിരെയാണ് സംസ്ഥാനം പോരാടിയത്. ആ അവകാശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ പോരാട്ടത്തിലൂടെ നേടിയെടുത്തത്. ആ അവകാശം നേടിയെടുത്തപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. ഇനി പിന്നീട് വരുന്ന നികുതി വരുമാനത്തിലൂടെയൊക്കെ ആ കടം വീട്ടാൻ സാധിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കടമെടുത്ത് പരിശോധിച്ച് ഇപ്പോൾ കേരളീയരെ മുഴുവൻ കടക്കണിയിലാക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കടബാധ്യത എടുത്ത് പരിശോധിച്ചാലോ? നമ്മൾ ഓരോ പൗരനും ഇന്ത്യ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടത്തിൻ്റെ കണക്കെടുത്താലോ? അന്തം വിട്ടുപോകും. മോദി നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നാലും ആ കടം വീട്ടി തീരാൻ പറ്റില്ല. ഓരോ പൗരനും ഓരോ തലയ്ക്കുമുള്ള കടം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. മോദിയും നിർമ്മലാ സീതാരാമനും 4 ഡയലോഗ് അടിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് V മുരളീധരൻ 4 ഡയലോഗ് അടിച്ചാൽ അത് ആളുകൾ മറന്നു പോകുമെന്ന് കരുതിയിരുന്ന ഇടത്താണ്, അല്ലെങ്കിൽ അത് ആളുകൾ അവർ പറയുന്നതാണ് ശരി എന്ന് ധരിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്താണ് സുപ്രീം കോടതിയിൽ ഈ സാഷ്ടാംഗം പ്രണമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേരുന്നത്. കേരളത്തിൻ്റെ കടമെടുപ്പിനുള്ള അവകാശത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. ആദ്യമേ ഒരു മുന്നറിയിപ്പ് നൽകാം. ഈ സർവേ കണ്ട് ചിരിച്ചുമറിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്തം വിട്ട സർവേകൾ നടത്തുകയാണ് ഗോദി മീഡിയക്കാർ. അങ്ങനെ ഒരു ദേശീയ സംഗീത ചാനൽ നടത്തുന്ന ലോക്സഭാ ഒപ്പീനിയൻ പോൾ, ഇന്ത്യ TV CNXുമായി ചേർന്ന് നടത്തിയ ആ ഒപ്പീനിയൻ പോളിൻ്റെ ദക്ഷിണ മേഖല എപ്പിസോഡ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ദക്ഷിണേന്ത്യയിലെ 130 സീറ്റുകളിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ള പ്രവചനം. ഓരോ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളൊക്കെ എടുത്ത് വിശദമായി പരിശോധിച്ചാണ് അവർ ഫലം പുറത്തുവിടുന്നത്. അതിൽ കേരളത്തിൽ 3 സീറ്റുകളിൽ BJP ജയിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ. വെറുതെ അക്കൗണ്ട് തുറക്കുകയല്ല, 3 സീറ്റുകളിൽ BJP ജയിക്കാൻ പോകുന്നു. അങ്ങനെ 3 സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് പോട്ടെ, ആ 3 സീറ്റുകൾ ഏതൊക്കെയെന്ന് പറയുമ്പോഴാണ് മലയാളികളായ നമ്മൾ
പൊട്ടി പൊട്ടി ചിരിച്ചു പോകുന്നതും നേരത്തെ പറഞ്ഞതുപോലെ അപകട സാധ്യത ഉണ്ടാകുന്നതും. ലോകമെമ്പാടുമുള്ള മലയാളികളും ഇവരുടെയൊക്കെ ഈ ഊഞ്ഞാല സർവേകളും കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ലേ എന്തോ. 3-4 പേർ വട്ടമിട്ടിരുന്ന് മോദിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, സംഘികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇമാതിരി സർവേകൾ പടച്ചുവിട്ടാൽ യാഥാർത്ഥ്യമറിയാവുന്ന മനുഷ്യർ ഇവനെയൊക്കെ കോമാളികൾ എന്നല്ലേ വിളിക്കൂ? ഈ ഗോദി മീഡിയക്കാർ വെറും പാദസേവകരായി മാറിപ്പോയി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ 3 സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന് പറയുന്നിടത്ത് ആ 3 സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ഒരു സർവേ നടത്തി ബി ജെ പിക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തുമ്പോൾ പോലും ആ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിക്കാൻ ഇവന്മാർ തയ്യാറായില്ലല്ലോ. കേരളത്തിലെ ബി ജെ പിക്കാർ തന്നെ പ്രതീക്ഷ ഒരു അല്പമെങ്കിലും വച്ചു പുലർത്തുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. ആ സുരേഷ് ഗോപിക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ തെളിയിച്ചു. ഇപ്പോൾ ലൂർദ് മാതാവിനെ പറ്റിച്ച് ചെമ്പേഷ് ഗോപിയായി മാറി. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച ഒരു അമ്മയെയും കുഞ്ഞിനെയും അപമാനിച്ചതിൻ്റെ പേരിൽ പിന്നെയും തൃശ്ശൂറുകാരുടെ വിരോധത്തിന് പാത്രമായി. അങ്ങനെ ആകപ്പാടെ ഉള്ള പ്രതീക്ഷകൾ കൂടി കെട്ടു നിൽക്കുന്ന ആ സുരേഷ് ഗോപിക്കെങ്കിലും ഒരല്പം ആശ്വാസം പകരാൻ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസിന് ഒരല്പം സന്തോഷം പകരാനെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമെന്ന്, തൃശ്ശൂരിൽ ജയിക്കുമെന്നെങ്കിലും പറയാമായിരുന്നു. തൃശ്ശൂരിൽ CPI ജയിക്കുമെന്നാണ് ആ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അതവർ പറയുകയും ചെയ്യുന്നു. സുരേഷ് ഗോപിയുടെ കാര്യം പരമ കഷ്ടമാണ്. അങ്ങനെ ഈ സർവേയിലെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ മോദിക്കെങ്കിലും ഒരു തൽക്കാലം സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നു എന്ന് ഞങ്ങളുടെ ഒരു ചാനൽ പറഞ്ഞല്ലോ എന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു. ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊക്കെ ഇവർ എങ്ങനെയാണ് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ലെന്ന് പറയുന്നത് BJPക്കാരാണ്. തിരുവനന്തപുരത്തിന് യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ തിരുവനന്തപുരത്തെ നന്നായി അറിയാവുന്ന 2 സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടുമ്പോൾ 3-ാം സ്ഥാനത്താകും. തിരുവനന്തപുരത്ത് പിന്നെ കഴിഞ്ഞ തവണ BJP 2-ാം സ്ഥാനത്തായിരുന്നു. ഒരു കേന്ദ്രമന്ത്രി വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് അവർ ആ ശീതീകരിച്ച മുറിയിലിരുന്ന് ചിന്തിച്ചെങ്കിൽ ചിന്തിച്ചു കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആറ്റിങ്ങലിൻ്റെയും പത്തനംതിട്ടയുടെയും കാര്യം ഇച്ചിരി കടന്നുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത് ചിരിച്ചിരിക്കും മരിച്ചിരിക്കും. ആറ്റിങ്ങലിൽ V. മുരളീധരൻ ജയിക്കുമെന്നൊക്കെ ഇവന്മാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ആരോടാണ് ഇവർ സർവേ നടത്തിയത്? തലയ്ക്കകത്ത് ആളുതാമസമുള്ള BJPക്കാരനോട് ചോദിച്ചാൽ പോലും പറയില്ല V. മുരളീധരൻ ജയിക്കുമെന്ന്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ മുരളീധരന് കഴിയില്ല എന്ന് പറയുന്നത് BJPക്കാർ തന്നെ. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കിടയിൽ ഒരു താരമായി മാറി. അവർ വോട്ട് പിടിച്ചു. 2,40,000 വോട്ട് പിടിച്ചു. 24% വോട്ട് കിട്ടി. ആ വോട്ട് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വെറും 14% കുറഞ്ഞു. എവിടെ പോയി 10% വോട്ട്?